നമ്മളെല്ലാവരും ദിവസവും മണിക്കൂറുകളോളം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാ അല്ലേ? പക്ഷെ അതിന് പിന്നിൽ എന്താ ശരിക്കും നടക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇന്റർനെറ്റ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വെറുതെ ഒരു ലിങ്കിൽ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സെക്കൻഡിൽ ഒരു പുതിയ പേജ് സ്ക്രീനിൽ വരുന്നു. ആ ക്ലിക്കിനും പേജ് വരുന്നതിനുമിടയിലുള്ള ആ ചെറിയൊരു സമയമില്ലേ, ആ നിമിഷങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലിക്കിന്റെ യാത്രയെ മാന്ത്രിക ക്ലിക്ക് എന്ന് വിളിക്കാൻ പോവുകയാണ്. ഒരു സിമ്പിൾ ക്ലിക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റായിട്ട് മാറുന്നുവെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഇവിടെയാണ് ശരിക്കും ഒരു ട്വിസ്റ്റ് ഉള്ളത്. നിങ്ങളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉടനെ ഡാറ്റ അങ്ങോട്ട് അയക്കുകയല്ല ചെയ്യുന്നത്. പകരം അത് ആദ്യം ഒരു കാര്യം ചോദിക്കും: ഈ വെബ്സൈറ്റ് എവിടെയായിരിക്കുന്നതെന്ന്. അതെ, ഡേറ്റ അയക്കുന്നതിന് മുൻപ് ആ അഡ്രസ്സ് കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഹെൽപ്പ് വേണം. അതിന് നമുക്ക് സിമ്പിളായിട്ട് ഇന്റർനെറ്റിന്റെ സ്വന്തം ഒരു ഫോൺ ബുക്ക് എന്ന് വിളിക്കാം. ഇതിന്റെ ടെക്നിക്കൽ പേരാണ് DNS, അതായത് ഡൊമെയിൻ നെയിം സെർവർ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള കോടിക്കണക്കിന് വെബ്സൈറ്റുകളുടെ പേരിലെ ആ പേരുകളും കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന അതിന്റെ ശരിക്കുള്ള അഡ്രസ്സും എഴുതിവെച്ച ഒരു വലിയ ഡിജിറ്റൽ ഫോൺ ബുക്കാണ് ഇത്. ഇത് നോക്കൂ, നമുക്ക് www.google.com എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാവുന്നത് 110.22.33.114 പോലെയുള്ള നമ്പറുകളാണ്. ഇതിനെയാണ് നമ്മൾ IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പേരിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഈ നമ്പർ കണ്ടുപിടിച്ചു തരുന്ന പണിയാണ് DNS ചെയ്യുന്നത്. ഈ നമ്പർ കിട്ടിയാൽ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിന് ഗൂഗിളിന്റെ കമ്പ്യൂട്ടറിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ പോലും പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ കറക്റ്റ് അഡ്രസ് ഉണ്ട്. ഇനി അങ്ങോട്ടൊരു മെസ്സേജ് അയക്കണം. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ വലിയ ഹൈവേയിലൂടെ ഡേറ്റ എങ്ങനെയാണ് ഒരു കുഴപ്പമില്ലാതെ പോകുന്നതെന്ന് നോക്കാം. അതിനും ചില റൂൾസൊക്കെയുണ്ട്. ഈ നിയമങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് TCP/IP. ഇത് ഇന്റർനെറ്റിന്റെ ഒരു ഒഫീഷ്യൽ ഭാഷയും പോസ്റ്റൽ സർവീസുമൊക്കെയാണെന്ന് പറയാം. ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും ഫോണുകളും ഒരേപോലെ സംസാരിക്കാനും ഡേറ്റ കൈമാറാനും സമ്മതിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസാണിത്. ഇത് വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണ്. നിങ്ങൾ അയക്കുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ടെന്ന് വെക്കുക. അതൊന്നിച്ചങ്ങ് പോവുകയില്ല. TCP ആദ്യം എന്തു ചെയ്യും? ആ ഫോട്ടോയെ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കും. ഇതിനെയാണ് പാക്കറ്റ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് IP ഈ ഓരോ ചെറിയ പാക്കറ്റിന്റെ മുകളിലും പോകേണ്ട അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതിയൊട്ടിക്കും. ഈ പാക്കറ്റുകൾ ചിലപ്പോൾ പല പല വഴികളിലൂടെയായിരിക്കും ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ TCP ഇതെല്ലാം വാങ്ങി ഒരു തെറ്റും കൂടാതെ പഴയ പോലെ ഓർഡറിൽ വെച്ച് ആ ഫോട്ടോ വീണ്ടും ഉണ്ടാക്കിയെടുക്കും. ഒരു ജിഗ്സോ പസിൽ കൂട്ടിച്ചേർക്കുന്നത് പോലെ തന്നെ. അങ്ങനെ നമ്മുടെ പാക്കറ്റുകളൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇനി അവിടെ നടക്കുന്ന ഒരു ഡിജിറ്റൽ സംഭാഷണത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലെ മെയിൻ കഥാപാത്രങ്ങളാണ് ക്ലയന്റും സെർവറും. സംഭവം സിമ്പിളാണ്. ക്ലയന്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്, അതായത് നിങ്ങളുടെ വെബ് ബ്രൗസർ, ചോദ്യങ്ങൾ ചോദിക്കുന്നയാള്. സെർവർ എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വെബ്സൈറ്റിന്റെ ഫയലുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണ്. അത് നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി തരുന്നു. അത്രയുള്ളൂ. ഒരാൾ ചോദിക്കുന്നു, മറ്റേയാൾ കൊടുക്കുന്നു. ഈ ഡിജിറ്റൽ സംഭാഷണത്തിൽ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവാണ് വെബ് ബ്രൗസർ. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രോം, ഫയർഫോക്സ്, സഫാരിയൊക്കെ ഇല്ലേ? അതൊക്കെയാണ് ഈ ക്ലയന്റ്. അത് നിങ്ങൾക്ക് വേണ്ടി സെർവറിനോട് കാര്യങ്ങൾ ചോദിച്ച് എല്ലാം വാങ്ങി നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചു തരും. അതേസമയം അപ്പുറത്തിരിക്കുന്ന വെബ് സെർവർ ഒരു സാധാരണ കമ്പ്യൂട്ടറല്ല കേട്ടോ. അത് 24/7 വർക്ക് ചെയ്യുന്ന, ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് വന്നാലും മറുപടി കൊടുക്കാൻ റെഡിയായിട്ടിരിക്കുന്ന ഒന്നാണ്. ഒരു വെബ്സൈറ്റിന്റെ ഹൃദയം എന്ന് തന്നെ പറയാം. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ആ ഒരൊറ്റ ക്ലിക്കിന് ശേഷം എന്തൊക്കെയാ നടന്നത്? DNS അഡ്രസ്സ് കണ്ടുപിടിച്ചു. TCP/IP വഴി നിങ്ങളുടെ റിക്വസ്റ്റ് ചെറിയ പാക്കറ്റുകളായി സെർവറിലെത്തി. ക്ലയന്റും സെർവറും തമ്മിൽ സംസാരിച്ചു. വെബ്സൈറ്റിന്റെ ഡേറ്റ പാക്കറ്റുകളായി തിരികെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെത്തി. ബ്രൗസർ അതെല്ലാം കൂട്ടിച്ചേർത്തു. അവസാനം ആ വെബ് പേജ് നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു. ഓർക്കണം, ഇതെല്ലാം നടക്കുന്നത് ഒരു സെക്കൻഡിന്റെ വളരെ ചെറിയൊരു സമയം കൊണ്ടാണ്. ഇതുവരെ നമ്മൾ ഒരു ക്ലിക്കിന്റെ ചെറിയ യാത്രയല്ലേ കണ്ടത്? ഇനി നമുക്ക് കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് ഈ വലിയ സിസ്റ്റത്തിന്റെ ഒരു ബിഗ് പിക്ചർ നോക്കാം. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ഈ ടെക്നോളജിയാണ് നമ്മുടെ ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചത്, അല്ലേ? ലോകത്തിന്റെ ഏത് കോർണറിലുള്ള ആളോടും സംസാരിക്കാൻ, വീട്ടിലിരുന്ന് എന്തും വാങ്ങാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, എണ്ണിയാൽ തീരാത്ത അത്രയും വിവരങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടാൻ, ഇതിനെല്ലാം കാരണം ഈയൊരു സിസ്റ്റമാണ്. പക്ഷേ ഇത്രയും പവർഫുള്ളായൊരു ടൂളിന് അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ നഷ്ടപ്പെടാം, ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കാം,
ഫേക്ക് ന്യൂസ് കാട്ടുതീ പോലെ പടരാം. പിന്നെ ഇതിനോടുള്ള എഡിക്ഷൻ നമ്മുടെ സമയവും ആരോഗ്യവും കളയാനും മതി. അപ്പോൾ ഗുണങ്ങളുടെ കൂടെ തന്നെ ഈ ദോഷങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഉദ്ധരണി ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ആകാശത്തുള്ള ഏതോ ഒരു മാന്ത്രിക മേഘമൊന്നുമല്ല. അത് ശരിക്കും കടലിനടിയിലൂടെയും കരയിലൂടെയുമൊക്കെ പോകുന്ന കേബിളുകൾ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളുടെ ഒരു ഫിസിക്കൽ നെറ്റ്വർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ DNS, TCP/IP പോലെയുള്ള നിയമങ്ങളാണ് ഈ വലിയ നെറ്റ്വർക്കിനെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുറന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്റർനെറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നത് നമ്മുടെ ജോലിയുടെയും സമൂഹത്തിന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ചോദ്യം ഇതാണ്: ഈ ഡിജിറ്റൽ ലോകത്തിന്റെ അടുത്ത നിയമങ്ങൾ ആരാണ് എഴുതാൻ പോകുന്നത്? അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? ഇത് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.